സുധിച്ചേട്ടൻ മരിച്ച ശേഷവും അദ്ദേഹത്തിൻ്റെ പേരിൽ പണമെത്തിയിരുന്നു എന്നും ആ പണമെല്ലാം എവിടെ പോയെന്നറിയില്ലെന്നുമാണ് സുധിച്ചേട്ടൻ്റെ സുഹൃത്ത് വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നത്. അതിനുള്ള മറുപടി തൻ്റെ ഏറ്റവും പുതിയ അഭിമുഖത്തിലൂടെ രേണു സുധി നൽകുന്നുണ്ട്. അയാൾ തങ്ങളുടെ കുടുംബത്തെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ ജോലിയുടെ ഭാഗമായാണ്. ചിലർക്കെതിരെ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ് തന്നെ നിരന്തരം ഫോൺ വിളിച്ചിരുന്നയാളാണ് അദ്ദേഹം. അതിനുശേഷമാണ് അയാൾ തനിക്കെതിരെ രംഗത്തെത്തിയത്. ഇത്രമാത്രം തന്നെ വിമർശിക്കാൻ അയാൾ തൻ്റെ അച്ഛനൊന്നുമല്ലല്ലോ എന്നാണ് രേണു സുധിയുടെ പ്രതികരണം. 80,000 രൂപയാണ് സുധിച്ചേട്ടൻ മരിച്ച ശേഷം ആ അക്കൗണ്ടിൽ ലഭിച്ചത്. അതുപയോഗിച്ച് കിച്ചുവിന് പുതിയ ബൈക്ക് വാങ്ങി. അവൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ആ ബൈക്കാണ്. സുധിച്ചേട്ടൻ്റെ രണ്ടാം ഭാര്യ എന്ന് അവകാശപ്പെട്ടെത്തിയ സ്ത്രീയെപ്പറ്റി താനൊന്നും പറയുന്നില്ല. ആ പേര് പോലും പറയാൻ താൻ ഉദ്ദേശിക്കുന്നില്ല. അവരാണ് തൻ്റെ പേര് പറയുന്നത്. അവർ പറയുന്ന സമയത്ത് താൻ കൊല്ലം സുധിയെ കണ്ടിട്ട് പോലുമില്ല. നിയമപരമായി കൊല്ലം സുധിയുടെ ഭാര്യ താൻ തന്നെയാണ്. തെങ്ങണയിലെ രജിസ്റ്റർ ഓഫീസിലാണ് വിവാഹം രജിസ്റ്റർ ചെയ്തത്. അതിൻ്റെ എല്ലാ രേഖകളും ഇപ്പോഴും തൻ്റെ കൈവശമുണ്ടെന്ന് രേണു ആവർത്തിച്ചു. തന്നെയും കിച്ചുവിനെയും തമ്മിൽ അകറ്റാനാണ് ചിലരുടെ ശ്രമം. അതൊരിക്കലും നടക്കില്ല. താനും മകനും തമ്മിൽ നല്ല ബന്ധമാണ്. അവൻ എന്നും വിളിക്കാറുണ്ട്. താൻ അവനെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടിട്ടില്ല. പഠനം പൂർത്തിയാക്കാൻ അവൻ കൊല്ലത്ത് നിൽക്കുന്നു എന്നേ ഉള്ളൂ. തൻ്റെ 2 മക്കളും തമ്മിൽ വലിയ ബന്ധമാണ്. അവർ ഒരേ ചോരയല്ലേ എന്നും രേണു ചോദിച്ചു. വീടിൻ്റെ നിർമ്മാണത്തിനിടയിൽ താൻ അവിടെ പോയിട്ടേ ഇല്ല. പാലുകാച്ചലിലാണ് താൻ എത്തിയത്. താൻ ഫിറോസിനോട് പണം ചോദിച്ചിട്ടില്ല. എല്ലാ അഭിമുഖങ്ങളും നൽകുമ്പോൾ ചെറിയ പേയ്മെൻറ്റ് വാങ്ങിക്കാറുണ്ട് എന്നാണ് താൻ പറഞ്ഞത്. അത് ചാനലിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോടാണ് പറഞ്ഞത്. താൻ നടിയെന്ന വിമർശനത്തോടും യോജിപ്പില്ല. കൊച്ചിൻ സംഗമത്തിനോട് നാടകത്തിൽ അഭിനയിച്ച ശേഷമാണ് താൻ റീൽസിലേക്കും ആൽബങ്ങളിലേക്കും എത്തിയത്. അതേസമയം ഈ മാസം ഒടുവിൽ രേണുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് ഫിറോസിൻ്റെ നീക്കം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തണമെന്നും ഒരിക്കൽ കൂടി ഓർമ്മിക്കട്ടെ.